പൊന്നു മോന് സാജിദേ ഒരുപാട് പൈസ വേണം ഞങ്ങളുടെ ഈ കുഞ്ഞു മോനെ ചികിത്സിച്ചെടുക്കാറേ. എല്ലാരും എന്നെ സഹായിക്കണേ. എന്റെ മോനെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണേ. അല്ല എപ്പോഴും പറയാറില്ലേ പാപ്പക്കും ഞാനൊരു വീട് വെച്ച് ഞങ്ങൾ കൊണ്ടുപോകുമെന്ന്. ഞാനൊരു വലിയ ഉസ്താദായി വരുമെന്ന് ഞങ്ങളോട് പറയില്ലേ? അതുപോലെ ഉസ്താദെ കാണാൻ വേണ്ടിയാണ്. അല്ലാഹുവേ എന്റെ മോനെ കാക്കണേ, എന്റെ മോനെ കാക്കണേ. അല്ലാ എല്ലാവരും എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാരും സാജി, എല്ലാരും എല്ലാ പള്ളിയിലും എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ മോന് വേണ്ടി. എല്ലാ ഉസ്താദന്മാരും എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ മോൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരും. അല്ലാഹ് അതിന് തൗഫീഖ് ചെയ്യട്ടെ. പാപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നുണ്ട് പൈസക്ക് വേണ്ടി. ഓരോ ദിവസവും വരുന്ന ബില്ല്. അല്ലാഹ് ഞങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കണേ. ഈ മാരകമായ അസുഖത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അല്ലാഹ് എന്റെ മോനെ രക്ഷപ്പെടുത്തണേ. ഞങ്ങൾക്ക് സമാധാനം നൽകണേ. അല്ലാഹ് ഞങ്ങൾക്ക് സമാധാനം നൽകണേ. അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ് തന്റെ മകന്റെ ജീവന് വേണ്ടിയിട്ട് ഒരു ഉപ്പാന്റെ നെഞ്ചു പൊട്ടിയിട്ടുള്ള വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. 13 വയസ്സുകാരനായിട്ടുള്ള ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴില് അമേനി ദ്വീപില് സിദ്ദീഖ് മൗല അറബിക് കോളേജില് 4ാം വർഷം ഹുദവി ബിരുദത്തിന് പഠിക്കുന്ന സാജിദ് മുറാദി എന്ന ഒരു പൊന്നുമോന്റെ അവസ്ഥയാ നിങ്ങൾ കണ്ടത്. രാത്രിയില് ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചിരിച്ചും കളിച്ചും തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തന്റെ മാതാപിതാക്കളോട് പങ്കുവച്ചിട്ട് തന്റെ ഉമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിയ ഒരു മകൻ നേരെ വെളുക്കുമ്പോ ഇതാ ഈ ഒരു അവസ്ഥയില് ശരീരം മുഴുവൻ തളർന്ന് ഇങ്ങനെ ഒരവസ്ഥയിൽ ആ മകൻ കിടക്കുമ്പോ GBS ഗില്ലൻ ബാരെ സിൻഡ്രോം എന്ന മാരകമായ അപൂർവ രോഗം ബാധിച്ചിട്ട് ഈ കുഞ്ഞ് ഈ ഒരു അവസ്ഥയിലായിരിക്കുക. 20 ലക്ഷം രൂപയാണ് ഇനിയും ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വേണ്ടത്. ഒരു നാട് മുഴുവൻ സഹായിച്ചു, കഴിയുന്നവരൊക്കെ കൊടുത്തു. എന്നിട്ടും ചികിത്സ മുന്നോട്ട് പോവാതെ കിടക്കുന്ന ഈ ഒരു അവസ്ഥയില് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സഹോദരൻ, അതായത് ഞങ്ങളെപ്പോലെ മുത്തഅല്ലിമായിരുന്നു, ലക്ഷദ്വീപ് സ്വദേശിയാണ്. ഈ സഹോദരൻ നാളെ ഇതേപോലെ ഞങ്ങളെപ്പോലെ വളരേണ്ട ഒരു സുഹൃത്തും കൂടി